നമസ്കാരം. വളരെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ഫേവറേറ്റ് ഷോ 14ാം രാവ് സീസൺ 5. 14ാം രാവ് സീസൺ 1 മുതൽ 14ാം രാവ് സീസൺ 4 വരെയുള്ള ഗായകരാണ് ഈ സീസൺ 5-ൽ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ എല്ലാ സീസണിലെയും വളരെ ടാലന്റഡ് ആയ 15 കണ്ടസ്റ്റൻസ് അവർ നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ആദ്യമായി നമ്മൾ സ്വാഗതം ചെയ്യണം നമ്മുടെ പ്രിയപ്പെട്ട പെർമനന്റ് ജഡ്ജസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഷാൻ റഹ്മാൻ. നമുക്ക് സ്വാഗതം ചെയ്യാം റഹ്നത്ത. ആൻഡ് ഫൈനലി ഫൈസൽ ലേറ്റി. നമ്മുടെ പെർമനന്റ് ജഡ്ജസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് കൂടാതെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മോടൊപ്പം ഉള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം വിധു പ്രതാപ്. ഇന്നത്തെ എപ്പിസോഡിലെ കോമ്പറ്റീഷൻ നമുക്ക് ആരംഭിക്കാൻ സമയമായിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി പാടാൻ എത്തുന്നത് 14ാം രാവ് സീസൺ 1-ലെ വളരെ ടാലന്റഡ് ആയ കണ്ടസ്റ്റന്റ്. ലെറ്റ്സ് വെൽക്കം നികേഷ്. ഹായ് നികേഷ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു റൗണ്ട് കഴിഞ്ഞു, നല്ല മാർക്സ് ഒക്കെ കിട്ടിയില്ലേ? കുഴപ്പമില്ലാതെ മാർക്സ് കിട്ടി. ഇപ്പം സെക്കൻഡ് റൗണ്ട് ആണ്. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് തീം ബേസ്ഡ് ആണ്. 15 തീമുകൾ. ഏത് തീമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? എനിക്ക് സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ളൊരു പാട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മളൊക്കെ കേൾക്കാൻ റെഡിയാണ്. പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. മാപ്പിളമാർ വെള്ളക്കാരോടേറ്റു പടവേറ്റിയേ. കൊള്ളയും കോലയും പലതെന്ന് മലനാട്ടിൽ കൊള്ളക്കാരും വെള്ളക്കാരും കാട്ടിയേ. 921 മാപ്പിളമാർ വെള്ളക്കാരോടേറ്റു പടവേറ്റിയേ. കൊള്ളയും കോലയും പലതെന്ന് മലനാട്ടിൽ കൊള്ളക്കാരും വെള്ളക്കാരും കാട്ടിയേ. അലയൊലി പേരിട്ടന്റെ ഭരണത്തെ കുലുക്കി അലി സഹോദരന്മാരെ ഗാന്ധിജി അന്നിറക്കി. മലബാറിൽ ഖിലാഫത്തും സ്വരാജ്യമായി കൊടുക്കി അലി മുസ്ലിയർ മതപ്രസംഗവും നടത്തി. ഒത്തൊരുമിത്തവർ അന്നു കൊടുത്തില്ല, നികുതികൾ ഉദ്യോഗസ്ഥന്മാർക്ക് രസിച്ചില്ല. ഉടനടി തോതു നോക്കി പോലീസ് ഒത്ത് തോന മാപ്പിളമാരോട് എതിർത്ത് തോറ്റു പോലീസ് ഓടിയെടുത്ത് തോക്കു മാപ്പിള തോളിലെടുത്ത്. 921 മാപ്പിളമാർ വെള്ളക്കാരോടേറ്റു പടവേറ്റിയേ. കൊള്ളയും കൊലയും പലതെന്ന് മലനാട്ടിൽ കൊള്ളക്കാരും വെള്ളക്കാരും കാട്ടിയേ. വാരിയൻ കുന്നൻ കുഞ്ഞമദാജി മുടി ചൂടി ഭരിച്ച് ഭരണത്തെ എതിർത്തോരെ തല തല്ലി പൊളിച്ച്. അധികാരി ചെക്കുട്ടിന്റെ തലയവർ മുറിച്ച് അതും ഒരു കുന്തത്തിന്മേൽ അവർ കുത്തിപ്പിടിച്ച്. നാട് മുഴുക്കെ കൊണ്ടു നടന്നല്ലോ ലഹളക്കാർ, നാടൻ ജമ്മിയുടെ ഭൂമി പിടിച്ചല്ലോ. പട്ടാളമത്തി പാലുലഹളക്കാരും ഒളിച്ച് പാലവും മറ്റും പൊളിച്ച്. 921 മാപ്പിളമാർ വെള്ളക്കാരോടേറ്റു പടവേറ്റിയേ. കൊള്ളയും കോലയും പലതെന്ന് മലനാട്ടിൽ കൊള്ളക്കാരും വെള്ളക്കാരും കാട്ടിയേ.
അവർ തച്ച് പൊളിച്ച് പള്ളയിലുള്ള പെണ്ണുങ്ങളെ പള്ള കുത്തി തുളച്ച് പിള്ളമാരെ അവർ കുന്തത്തിന്മേൽ തറച്ച് അതും ഒരു കുന്തത്തിന്മേൽ അവർ കുത്തിപ്പിടിച്ച് നാടുമുഴുക്കെ പാഞ്ഞു നടന്നല്ലോ. പട്ടാളക്കാർ വീടുകളേറെ ചുട്ടുകരിച്ചല്ലോ. എന്നിട്ടവർ തോക്കിനാൽ കയ്യൊന്നു നടത്തി, ഊക്കിനാൽ പല വേല നടത്തി. പടച്ചോനെ പിന്നെ പെട്ട പാട് പറയുവാൻ തുടങ്ങിയാൽ തടി വിറച്ചിടുമേ. തടി തപ്പി മല കെറിയോടി ലഹളക്കാർ വെടികൊണ്ട കാലി മുസ്ലിയാർക്കുമേ. 921 മാപ്പിളമാർ വെള്ളക്കാരോടേറ്റു പടവേറ്റിയേ. കൊള്ളയും കൊലയും പലതെന്ന് മലനാട്ടിൽ കൊള്ളക്കാരും വെള്ളക്കാരും കാട്ടിയേ. പാടിക്കഴിഞ്ഞില്ലേ? ഇനി കൈയടിക്കാവോ? കൈയടിക്കാം. ഞങ്ങൾ ആവേശിപ്പിക്കാൻ വേണ്ടി ഒന്ന് കൈയടിച്ചപ്പം ഇങ്ങനെ ഒരു ആക്ഷനാ. അതെന്താ സംഭവം? കൈയടിക്കണ്ടെന്ന് പറഞ്ഞു. മൈൻഡ് ഔട്ട് ആവുന്ന പോലെ. മൈൻഡ് ഔട്ട്. എന്നിട്ട് മൈൻഡ് ഔട്ട് ആവാതെ പാടിയോ? പാടി. ലിറിക്സ് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഫൈസൽ മാഷെ, അതൊന്നും അറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. കറക്റ്റ് ആണോ? പള്ളികൾ അനവധി അവർ തച്ചു തകർത്തു, പള്ളിയിലുള്ള പെണ്ണുങ്ങളെ ആ ഒരു വരിയല്ലേ അവിടെ? മോന് നാടുമുഴുക്കെ പാഞ്ഞു നടന്നല്ലോ എന്ന് പറഞ്ഞിട്ട് വേറെ ലഹളക്കാർ നാടൻ ജന്മിയുടെ ഭൂമി പിടിച്ചല്ലോ എന്നുള്ളത് മറുഭാഗത്താണ് പാടിയത്. ഫസ്റ്റ് നാട് മുഴുക്കെ കൊണ്ടു നടന്നല്ലോ. അതല്ല അപ്പോ അധികാരി ചേക്കൂട്ടിന്റെ തല അവർ മുറിച്ചു, അതും ഒരു കുന്തത്തിന്മേൽ. അവിടെയാണല്ലോ ആ ഒരു വാക്യം പൂർത്തിയാകുന്നത്. പള്ളിയിലുള്ള പെണ്ണുങ്ങളെ പറഞ്ഞ പിന്നെ അതും ഒരു കുന്തത്തിന്മേൽ. അതെ, അവിടെ അതും ഒരു കുന്തത്തിൽ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് പാടി. അത് മറ്റേ വരി കാര്യം വന്നതാണ്. എന്ത് കുന്തോട്. എന്തൊക്കെയാണെങ്കിലും ആർക്കും അത് നികേഷിന് പോലും മനസ്സിലാവാത്ത രൂപത്തിൽ അത് പാടിയൊപ്പിച്ചു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് നികേഷിനെ വെച്ച് വലിയ തെറ്റ് തന്നെയാണത് പാടിയത് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇതൊക്കെ ഒരു മൊത്തം ഒരു സ്വാതന്ത്ര്യ സമരം എന്നുള്ളൊരു മൂഡിൽ അത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ബൈഹാർട്ടാകുമ്പോഴാണ് വേറെ വരി കയറി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു പ്രശ്നമുണ്ട്. എന്നാലും മോനത് പാടി ഒപ്പിച്ചുകൊണ്ടൊരു വലിയ സന്തോഷം തന്നെ. എനിക്ക് ശബ്ദം ഒരു രക്ഷയില്ല. അത് പ്രത്യേകിച്ച് ഇത്തരം പാട്ടുകളുടെ മോൻ്റെ ഒരു ഇപ്പോൾ ഇമ്മലയാളത്തിക്കുറി വന്നത് ദാസേട്ടനൊരു പാട്ട് പാടി ഇതേ ട്യൂണിൽ. ഇത് ദാസേട്ടൻ പാടും പോലെ ഉണ്ട് ഈ പാട്ട്. ആ ശബ്ദം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു പാട്ടാണ്. അതുകൊണ്ട് അതൊക്കെ ഗംഭീരമാണ്. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. സീരിയസ് ആണത്. അതെ, സീരിയസ് ആണ്. താങ്ക് യു ഫൈസൽ മാഷെ. വിധിച്ചേട്ടാ, എന്തായാലും പൂർത്തീകരിച്ചു പാട്ട്. ഇടയ്ക്ക് വേറെ ബ്രേക്ക് ഒന്നും ഇല്ലാതെ നമ്മൾ പാടി ഒപ്പിച്ചു. പിന്നെ വരി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോയി അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ അടിപൊളി. വേറെ ഒന്നുമില്ല, പാട്ട് നന്നായിട്ട് തന്നെ പാടി. വേറെ പിച്ചിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഒക്കെ ആയിട്ട് തന്നെ പോയി. ഇപ്പോഴും ആ ശബ്ദം അങ്ങനെ ചെവിയിൽ നിൽക്കണം കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് ആ ശബ്ദത്തിൻ്റെയും പാടുന്നതിൻ്റെ ഒരു സ്റ്റൈലുകൊണ്ടൊക്കെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് വിധു ആ ഫസ്റ്റ് പറഞ്ഞു തന്നില്ലേ ഒരു കാര്യം, അതിലോട്ടൊന്ന് ശ്രമിച്ചു അല്ലേ? ഇപ്പം കയ്യിലിങ്ങനെ ഒരു ആ ടെൻഡൻസി അല്ലേ മറക്കാനുള്ള ഒരു ഇതൊന്നും വരുന്നില്ലല്ലോ. അപ്പം ഇതുപോലെ തന്നെ തുടർന്ന് പോയിക്കോട്ടെ കേട്ടോ. താങ്ക് യു രണത്ത. ഷാൻ സർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയൊക്കെ മാറ്റി പാടി ഒപ്പിച്ചു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ നമ്മുടെ സിനിമയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ചാനലൊക്കെ മാറ്റി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എടുത്ത്, പക്ഷെ അവസാനം ചിക്കൻ്റെ ഷേപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നികേഷ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ശബ്ദം ഒരു രക്ഷയില്ല. അതിങ്ങനെ കേട്ടിരിക്കാന്ന് പറഞ്ഞാൽ ആ ഒരു അത് ഈവൻ നികേഷ് വന്നിട്ട് മേഘ്ന ഇങ്ങനെ ഹായ് നികേഷ് നിർപ്പം ഹലോ അതിങ്ങനെ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം, നല്ല വിശേഷം അതൊക്കെ പറയുമ്പോൾ ഒരു ഒരു ഭയങ്കര ഒരു സുഖമുണ്ട്. എനിക്ക് തോന്നുന്നു നികേഷിന് ഡബിങ്ങിന് പോവാം. ഡബ് ചെയ്യാൻ നല്ല വോയിസ് കേട്ടോ, ഡബ് ചെയ്യാൻ പോവാം. പക്ഷെ അവിടെ പിന്നെ പേപ്പർ കാണും, ആ പ്രോബ്ലം പ്രശ്നം ഉണ്ടാവില്ല. നോക്കി നമ്മൾ തകർക്കും.
ഞാനിങ്ങനെ ഓർക്കാം നികേഷ് ഇത് പാടിക്കഴിഞ്ഞിട്ട് ഹോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇപ്പൊ മാഷ് പറഞ്ഞു അത് വരി പിന്നെ അങ്ങോട്ട് ചേട്ടാ ഇത് വരി ഫുള്ള് മറന്നതിലും പ്രശ്നം മറന്നിട്ടില്ലെങ്കിലും പ്രശ്നം. അപ്പൊ എന്തായാലും നികേഷ് നന്നായിട്ട് തന്നെ പാടി, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും. ഓക്കെ, താങ്ക് യു ഷാൻ സർ, താങ്ക് യു ജഡ്ജസ്. അപ്പം നമ്മള് കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു അല്ലേ? ചെറിയൊരു കറക്ഷൻ, അത് ഇനി വീട്ടിലെടുത്തിട്ട് ആലോചിച്ചാൽ മതി. ഇനി എന്തായാലും നമുക്ക് മാർക്സ് അറിയാം. ഷാൻ സർ ഔട്ട് ഓഫ് 30 26 on 30. Radata 26. Again 26 on 30. ഫൈസൽ മാഷേ? വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ആശയത്തിന് ഇത് മൊത്തത്തിലൊരു ആശയമാണ്, അതിനോടൊക്കെ ഈ വരികളൊക്കെ നീതി പുലർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു വിഷയമാണ് ഞാൻ പറയുന്നില്ല, എന്നാലും വിഷയമാണ്. 25.5. 25.5. ചേട്ടാ 8 on 10. നല്ല മാർക്സ് തന്നെയാണ്. അപ്പം നമുക്ക് ഇനി അടുത്ത പെർഫോമൻസിൽ കാണാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്, കീപ് പ്രാക്ടീസിങ്. എൻ്റെ ഒരു ചോദ്യം ഷംഷാദിനോടാണ്. ഇതേപോലുള്ള സമരഗാഥകൾ, സ്വാതന്ത്ര്യ സമരം, ഇതേപോലെയുള്ള വീരേതിഹാസങ്ങൾ മാപ്പിളപ്പാട്ടുകൾ ഒരുപാട് വിഷയമായിട്ടുണ്ട്. ഇതേപോലെ വിഷയമുള്ള വേറൊരു മാപ്പിളപ്പാട്ട് പാടാൻ പറ്റുമോ? മാപ്പിള മക്കളെ നെഞ്ചു വിരിച്ചിട്ടൊത്തുകുതുത്തിട്ടെതിരിട്ട് മാപ്പുതരില്ലെന്നോതി വെള്ളക്കാരുടെ നേരെ മുന്നിട്ട് മാമലയാളക്കരയിലെ ഏറെ നാട്ടിലെ ധീരർ അണി നിന്ന് മാനം കാക്കാനായവരെന്ന് ഖിലാഫത്തിൻ കൊടി കെട്ടെന്ന് മാപ്പിള മക്കളെ നെഞ്ചു വിരിച്ചിട്ടൊത്തുകുതിത്തിട്ടെതിരിട്ട് മാപ്പുതരില്ലെന്നോതി വെള്ളക്കാരുടെ നേരെ മുന്നിട്ട് മാമലയാളക്കരയിലെ ഏറെ നാട്ടിലെ ധീരർ അണി നിന്ന് മാനം കാക്കാനായവരെന്ന് ഖിലാഫത്തിൻ കൊടി കെട്ടെന്ന്. ഇതിപ്പോൾ വളരെ കറക്റ്റായിട്ട് മോൻ അറിയാം. ഈ വിഷയം ബന്ധപ്പെട്ടാകുമ്പോൾ അങ്ങനെ ഒരു പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതേപോലെ വേറൊരു പാട്ട് പാടാൻ പറ്റും ഈ വിഷയം ബന്ധപ്പെട്ട്? വെള്ളക്കൊടുംപടയോട് പോരാടി. ഒന്ന് പാടൂ. വെള്ളക്കൊടുംപടയോട് പോരാടിയിട്ടുള്ളോ രബിമാരസൂനങ്ങൾ നുംബീരേഴും ധീരസന്താനങ്ങൾ. വേറെ ആർക്കും അറിയില്ല അല്ലേ? സുൽഫ എന്താ മോളെ? വെള്ളക്കൊടും കൂട്ടരെ ഒന്ന് പാടൂ. വെള്ളക്കൊടും കൂട്ടരെ വഞ്ചന പോക്കിത നെഞ്ചു പിരിച്ചിത വീരും ഭാരത മണ്ണിൽ വീരിതമൊറ്റൊരു ഭാഗ്യത്തിൻ പൂക്കളെ ഗാന്ധിജി തന്നുടെ മാതൃക പുൽകിയ ഈരേഴും ശൂര സന്താനങ്ങളെ ഈരേഴും ശൂര പാട്ട് കറക്റ്റാണ്. പക്ഷേ എനിക്കൊരു അഭിപ്രായം തോന്നുന്നത്, നിങ്ങൾ ഈ പാട്ടൊക്കെ കേട്ടാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മലബാർ സ്വാതന്ത്ര്യം ഇങ്ങനെ 921 മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇതല്ലാതെ ഒരുപാട് ഇതിഹാസ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ഇതോടൊപ്പം ഇതും വളരെ വലിയ സംഭവമാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം എല്ലാവരും. മാപ്പിള ലഹളയെക്കുറിച്ച് അല്ലെങ്കിൽ മലബാർ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് മാത്രമാണ്, അല്ലാതെ ഒരുപാട് പാട്ടുകളുണ്ട്. ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് പാട്ടുണ്ട്, ഗാന്ധിജിയെക്കുറിച്ച് പാട്ടുണ്ട്, മാപ്പിളപ്പാട്ട്. വെളുത്ത പിശാചി മണ്ണിൽ എന്ന് പറഞ്ഞ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് പാട്ടുണ്ട്. എന്തു ചെയ്യാം നമ്മളിലാർക്കും ഭാഗ്യവുമില്ല എന്ന് പറഞ്ഞ പ്രശസ്തമായ ഒരു ഗാനം ഗാന്ധിജിയെക്കുറിച്ചുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഏതായാലും എൻ്റെ മാർക്ക് ഷംഷാദിന് 2, പിന്നെ ഫാത്തിമ ഹെന്നക്ക് 2, സുൽഫക്ക് 1.5. ഒന്നാം സമ്മാനം 10 ലക്ഷം രൂപ നൽകുന്നത് ഷിഫ അൽ ജസീറ.